വടക്കു പടിഞ്ഞാറൻ രാജ്യങ്ങൾക്കും ഇതേ വിസ്മയ കാഴ്ചയൊരുക്കിയാണ് സമ്പൂർണ്ണ സൂര്യഗ്രഹണം കടന്നുപോയത്. മെക്സിക്കോ, വടക്കേ അമേരിക്ക, കാനഡ എന്നിവിടങ്ങളിലൂടെ കടന്നുപോയ ദി ഗ്രേറ്റ് അമേരിക്കൻ എക്ലിപ്സ് കാഴ്ചക്കാർക്ക് അവിസ്മരണീയമായ അനുഭവമാണ് സമ്മാനിച്ചത്. ദക്ഷിണ ശാന്ത സമുദ്രത്തിൽ ആരംഭിച്ച സമ്പൂർണ്ണ ഗ്രഹണം മെക്സിക്കോയും വടക്കേ അമേരിക്കയുടെ 15 സംസ്ഥാനങ്ങളും കാനഡയും പിന്നിട്ട് അറ്റ്ലാന്റിക് തീരത്ത് അവസാനിച്ചു. ജീവിതത്തിൽ അപൂർവമായി ലഭിക്കുന്ന കാഴ്ചാ വിസ്മയത്തിന് സാക്ഷ്യം വഹിക്കാൻ ലക്ഷക്കണക്കിന് ജനങ്ങളാണ് ഒത്തുകൂടിയത്. We're like comparing it to its food shape, so we're getting to croissant. We're at pierogi now. I've never, made it out. I've never skipped class to come see an eclipse, so this is super exciting. സൂര്യനും ഭൂമിക്കും മധ്യത്തിലൂടെ ചന്ദ്രൻ കടന്നുപോകുന്ന നിമിഷങ്ങളിൽ സൂര്യനെ ചന്ദ്രൻ പൂർണ്ണമായും മറയ്ക്കുന്ന പ്രതിഭാസത്തെയാണ് സമ്പൂർണ്ണ സൂര്യഗ്രഹണമെന്ന് വിശേഷിപ്പിക്കുന്നത്. നിമിഷ നേരത്തേക്ക് ഭൂമിക്ക് മീതെ പൂർണ്ണമായും അന്ധകാരം വ്യാപിക്കുന്ന പ്രതിഭാസം അതിമനോഹരമായ കാഴ്ചാനുഭവമാണ് സമ്മാനിക്കുന്നത്. സൂര്യനെ ചന്ദ്രൻ തന്നെ വലയത്തിലാക്കുന്നതും തുടർന്ന് ടോട്ടാലിറ്റി എന്ന് വിശേഷിപ്പിക്കുന്ന സമ്പൂർണ്ണ സൂര്യഗ്രഹണവും ജീവിതത്തിലെ അത്യപൂർവമായ അനുഭവമായാണ് കണക്കാക്കപ്പെടുന്നത്. I could never come up with anything else as special to propose to her, and I wanted it to be a once in a lifetime experience. സൂര്യഗ്രഹണം നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുന്നത് കണ്ണുകൾക്ക് ഹാനികരമാണ്. അതിനാൽ തന്നെ പ്രത്യേകതരം കണ്ണടകളുടെയും ഉപകരണങ്ങളുടെയും സഹായത്തോടെയാണ് ആളുകൾ സൂര്യഗ്രഹണം ആസ്വദിച്ചത്. അത്യപൂർവമായി മാത്രം ലഭിക്കുന്ന സമ്പൂർണ്ണ സൂര്യഗ്രഹണം എന്ന അനുഭവം അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ ഇനി പതിറ്റാണ്ടുകൾക്ക് ശേഷം 2046 മാത്രമേ കാണാൻ കഴിയൂ. ഇനി അടുത്ത സൂര്യഗ്രഹണം 2026 ആർട്ടിക്, കിഴക്കൻ ഗ്രീൻലാൻഡ്, വടക്കൻ സ്പെയിൻ, ഐസ്ലാൻഡ് എന്നിവിടങ്ങളിൽ നിന്നും ദൃശ്യമാകും. ഇന്റർനാഷണൽ ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്. അശ്വജിത്ത് ഉണ്ട് നമ്മളുടെ കൂടെ. ഗുഡ് മോർണിംഗ് അശ്വജിത്ത്. ഗുഡ് മോർണിംഗ്. സൂര്യഗ്രഹണം എന്നൊക്കെ പറയുമ്പോഴേ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് ഓടിയെത്തുന്ന ആ സമയത്ത് ആഹാരം പാകം ചെയ്യാൻ പാടില്ല, കണ്ണുകൾ കൊണ്ട് നഗ്നനേത്രങ്ങൾ കൊണ്ട് നേരിട്ട് നോക്കാൻ പാടില്ല, അങ്ങനെയൊക്കെയാണ്. നമ്മുടെ നാട്ടിൽ മലയാളികളെ ഈ സൂര്യഗ്രഹണത്തെ ഭയന്ന് വീട്ടിലിരിക്കാം എന്നൊരു വിചാരത്തിലായിരുന്നു ഉള്ളത് എന്നെനിക്ക് തോന്നുന്നു. കാരണം 2 ദിവസം മുൻപ് തന്നെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് സൂര്യഗ്രഹണമാണോ, ഓഫീസുണ്ടോ, സ്കൂളുണ്ടോ എന്നൊക്കെ. മോദി പറഞ്ഞതുപോലെ തന്നെ ഞാനും എൻ്റെ ചെറുപ്പകാലത്തിലൊക്കെ മോദി പറഞ്ഞതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ സത്യത്തിൽ ഞാൻ ഇന്നേവരെ നേരിട്ട് ഈ ഗ്രഹണം അല്ലെങ്കിൽ ഈ ചന്ദ്രഗ്രഹണം ആയാലും സൂര്യഗ്രഹണം ആയാലും നേരിട്ട് കാണാൻ പറ്റിയിട്ടില്ല. മോദി കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല അശ്വത്തെ. പക്ഷേ ഒരു കാര്യമുണ്ട്, നമ്മളോട് നോക്കരുതെന്ന് പറയും, ചെയ്യരുതെന്ന് പറയുന്ന കാര്യം ചെയ്യാനാണല്ലോ നമുക്കൊരു സ്വാഭാവികമായ ടെൻഡൻസി വരുന്നത്. അതുകൊണ്ട് ഇങ്ങനെ ഒളിഞ്ഞൊക്കെ നോക്കിയിട്ടുണ്ട് ഞാൻ. പക്ഷേ ഇതുവരെ കണ്ടിട്ടില്ല. ഈ വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് മനസ്സിലാക്കിയപ്പോൾ തന്നെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അത് അമേരിക്കയിലാണ്, പോയി കാണാൻ നിർവാഹമില്ല. പക്ഷേ ആ ദൃശ്യങ്ങൾ നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ വളരെ കൗതുകകരമായ ദൃശ്യങ്ങളായിരുന്നു. അത് തീർച്ചയായിട്ടും അമേരിക്കയിൽ അല്ലെങ്കിൽ അമേരിക്കക്കാർ നേരിട്ട് കാണാൻ പറ്റി, ഇന്ത്യക്കാർക്ക് അത് ദൃശ്യങ്ങളിലൂടെ എങ്കിലും കാണാൻ പറ്റി എന്നുള്ളത് ഇനി പതിറ്റാണ്ടുകൾ കാത്തിരിക്കണം കേട്ടോ ഇതുപോലൊരു സമ്പൂർണ്ണ ഗ്രഹണം വരുന്നതിനായിട്ട്. അപ്പോൾ ഇന്ത്യയിൽ ഇനി എപ്പോൾ എന്നുള്ളതാണ് ചോദ്യം. അത് ഈ പതിറ്റാണ്ടുകൾ കാത്തിരുന്നാലും അമേരിക്കയിൽ തന്നെയാണ്, അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ തന്നെയാണ് ഇതുപോലൊരു സമ്പൂർണ്ണ സൂര്യഗ്രഹണം ഇനിയും ദൃശ്യമാവുക. ഇന്ത്യയിൽ വരുന്നതിനെ പറ്റി എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഏതായാലും ഈ പറഞ്ഞതുപോലെ ഇത്തരം കാഴ്ച എന്നുള്ളതിൽ ഉപരിയായി ആളുകളിപ്പോൾ ഈ പഴയ കാലത്തെ വിശ്വാസങ്ങളൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ഇത് കാണാൻ ഒരു വലിയ സംഘം തന്നെ ഇറങ്ങുന്നു എന്നുള്ളതാണ്. ആ ദൃശ്യങ്ങളിൽ നമ്മൾ ഈ കണ്ട റിപ്പോർട്ടിൽ വളരെ കൗതുകരമായി ഒരു കാര്യം കൂടെ ഞാൻ കണ്ടു. അതായത് അതിൽ ഒരു യുവാവ് പറയുന്നുണ്ട് തൻ്റെ പ്രണയിനിയെ പ്രപ്പോസ് ചെയ്യാൻ ഈ ഗ്രഹണം വന്ന ആ മിനിറ്റുകൾക്ക് ഇടയിലുള്ള സമയം എടുത്തു. അതിലും ഭംഗിയായി ഇനി ജീവിതത്തിൽ മറ്റൊരു സമയം കിട്ടാനില്ല. മോദി ശ്രദ്ധിച്ചിരുന്നു അത്? ശ്രദ്ധിച്ചു. ഞാൻ ആലോചിക്കുകയും ചെയ്തു, ഇതിലും മനോഹരമായ പ്രണയം പറയാൻ ഒരു നിമിഷം ഇനി എത്ര കാലം കാത്തിരിക്കേണ്ടി വരും ആൾക്കാർക്ക്. അതെ. അപ്പൊ ആ തരത്തിലേക്കൊക്കെ ഈ പറഞ്ഞതുപോലെ ഈ ആ നിമിഷത്തെ അല്ലെങ്കിൽ ആ ഒരു സംഭവത്തെയൊക്കെ മാറ്റുന്നു എന്നുള്ളത് കൂടെ അതിലൊരു കൗതുകകരമായ വസ്തുതയാണ്. ഏതായാലും അമേരിക്കക്കാർ പറയാൻ അശ്വജിത്ത് ഒരു ഗ്രഹണം വരെ ഒന്നും കാത്തിരിക്കേണ്ട കേട്ടോ. ആരോടെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ തൊട്ടടുത്ത നിമിഷം തന്നെ അത് പറയുന്നത് വളരെ നന്നായിരിക്കും. തീർച്ചയായിട്ടും. പക്ഷേ അമേരിക്കയിലെ ആ ജനങ്ങൾ അത് വളരെ രസകരമായി അല്ലെങ്കിൽ ആ കൗതുക കാഴ്ച നന്നായിട്ട് ആസ്വദിച്ചു എന്നുള്ളതാണ് ആ റിപ്പോർട്ടിൽ കൂടെ മനസ്സിലാവുന്നത്. തീർച്ചയായിട്ടും. ശരി അശ്വതി, അപ്പൊ പറഞ്ഞൊന്നും മറക്കണ്ട കേട്ടോ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഓക്കെ.